എത്ര പ്രായമായാലും നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ ഒരു നരയും വരികയില്ല. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും, നല്ല കറുപ്പോടുകൂടി വരികയും ചെയ്യും. പക്ഷേ എല്ലാവരും എന്താണ്, ഒരു മുടി നരയ്ക്കുമ്പോൾ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഷാമ്പൂ പോലുള്ള ഹെയർ ഡൈകളും അല്ലാത്ത ഹെയർ ഡൈകളും ഒക്കെ കെമിക്കൽ ഹെയർ ഡൈ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ബാക്കി മുടികളെല്ലാം നരച്ചു പോകും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതൊക്കെ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മുടിയിൽ പിന്നീട് നല്ല രീതിയിൽ കറുത്ത് വരികയേ ഉള്ളൂ, അല്ലാതെ മുടി നരയ്ക്കത്തില്ല. അതെല്ലാവരും ഓർക്കുക. നമ്മൾ പുറത്തോട്ടൊക്കെ പോകാനായിട്ട് പെട്ടെന്നൊരു ഫ്രണ്ട് നരയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകാനായിട്ട് ഈ ഒരു ഡൈ പെട്ടെന്ന് നമുക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ആരും അറിയത്തില്ല. നമ്മുടെ മുടിയിൽ ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോയാൽ ഇത് നമ്മൾ എന്താണ് ഡൈ യൂസ് ചെയ്തേക്കുന്നതെന്ന് ഒരു മനുഷ്യരും അറിയത്തില്ല. കാരണം എന്താണ്, ഇത് കെമിക്കലല്ല, ഇത് ഹെർബലാണ്, നാച്ചുറലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ മുടിക്ക് ആവശ്യമുള്ള സാധനം, മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചുള്ള ഹെയർ ഡൈകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് യാതൊരു കെമിക്കലും ഇല്ല, അലർജി ഇല്ല, ചൊറിച്ചിലില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം നല്ല രീതിയിൽ മുടി കറുപ്പിക്കാൻ പറ്റുന്ന, പെട്ടെന്നൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കി കാണിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കട്ടിയുള്ള ഇരുമ്പ് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ സാധാരണ കട്ടിയുള്ള ചീനച്ചട്ടിയോ അടുപ്പിൽ വെക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. കരിഞ്ജീരകം മുടി വേരുകളെ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എണ്ണ കാച്ചാനൊക്കെ കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും ഒക്കെയാണ് കരിഞ്ജീരകം ഉപയോഗിക്കുന്നത്. കരിഞ്ജീരകം മുടിക്ക് നല്ല സ്വാഭാവിക നിറം നൽകാൻ സഹായിക്കുന്നു. ക്രമേണ നമ്മൾ കരിഞ്ജീരകമുള്ള പായ്ക്കുകളും അതുപോലെ തന്നെ കരിഞ്ജീരക എണ്ണകളും ഒക്കെ കാച്ചി തേക്കുന്നത് മൂലം നമ്മുടെ നരമുടി കുറഞ്ഞു വരുന്നതും സ്വാഭാവിക നിറം നമുക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇനിയും ചേർക്കേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. ഇത് നല്ല കാപ്പിപ്പൊടി വേണം ചേർക്കാനായിട്ട്. അതായത് നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെച്ച കാപ്പിപ്പൊടി ചേർക്കണം. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഫി പൗഡർ മെലാനിൻ്റെ പ്രൊഡക്റ്റും കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നു. ഇനിയും ചേർത്തേക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടിയുടെ ഗുണം പറയാതെ തന്നെ അറിയാം. ഏറ്റവും നല്ലതാണ് മുടി വളർച്ചയ്ക്കും താരനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും നെല്ലിക്ക ഒരുപാട് നല്ലതാണ്. അപ്പം നെല്ലിക്ക 2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ചേർക്കാൻ കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മുടെ തലയിലുള്ള ചൊറിച്ചിലും അലർജിയും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഗുണങ്ങളുണ്ട് മഞ്ഞൾപ്പൊടിക്ക്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, നല്ലതായിട്ടൊന്ന് കറുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഡൈ ഒക്കെ വെറുതെ തട്ടിപ്പാണ്. തട്ടിപ്പല്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ഹെയർ ഡൈ ആണ് ഞാൻ പറയുന്നത്. ഈ ഹെയർ ഡൈ തയ്യാറാക്കി കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഒരു ഡൈയും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം ഇതൊക്കെ നമുക്ക് വെറുതെ പുറത്തോട്ടൊക്കെ പോകുന്ന ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. യാതൊരു സൈഡ് എഫക്റ്റും നമുക്കില്ല, മുടിക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, മുടിക്ക് നല്ലതുമാണ്, ഗുണവും ചെയ്യും, ഒരു പ്രശ്നവും ഇല്ലല്ലേ. അപ്പം നമ്മളത് നന്നായിട്ട് കറുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറാക്കി എടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പൊടി നമുക്ക് ഉണക്ക ഒരു കുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ച് വെക്കാം. ഉണങ്ങിയ ഒരു കുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എപ്പോഴാണോ നമുക്ക് പുറത്തോട്ടൊക്കെ പോകേണ്ട ആവശ്യം വരുന്ന ആ സമയത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, നല്ലെണ്ണ ഉപയോഗിക്കാം. നിങ്ങൾ തലയിൽ തേക്കുന്ന ഏതെണ്ണയും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ ഇതൊക്കെ ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ചിലർക്ക് ഓരോ നാച്ചുറൽ സാധനങ്ങൾ അതനുസരിച്ച് നിങ്ങൾ മാറ്റിയും ശേഷം അപ്പോൾ ഇതെല്ലാം ഒരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു 4 ദിവസം തന്നെ കുപ്പിക്കകത്ത് അടച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾ പുറത്തെടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ നരച്ച മുടി, ഫ്രണ്ട് നിരയും ഇടകളർ നിരയും ഒക്കെ ഉണ്ടെങ്കിൽ അവിടോട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്ക് നല്ലൊരു ഹെയർ ഡൈ ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് പുറത്തോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാം, ഒരു പ്രശ്നവും ഇല്ല. പ്ലെയിൻ വാഷ് ചെയ്യാതെ കഴുകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതുപോലെ നിങ്ങൾ എപ്പോഴാണ് ഇത് ഷാമ്പൂ വാഷ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഇത് തലയിൽ നിന്ന് പോകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ടച്ചപ്പായിട്ട് ചെയ്തുകൊണ്ട് നല്ലതായിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പുറത്തോട്ട് പോകാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മക്കളെ കേട്ടോ.